പിന്നെയും ദിവസങ്ങൾ ഓടി മറഞ്ഞു. കാന്തി പതുക്കെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. കുഞ്ഞിനെയും കാന്തിയെ മുറിയിലേക്ക് മാറ്റി. തന്റെ കുഞ്ഞിന്റെ സാമീപ്യം എല്ലാ ദുഃഖങ്ങളിൽ നിന്നും കാന്തിയെ മോചിപ്പിച്ചു. കാന്തിക്ക് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരാശ്വാസവും പ്രതീക്ഷയും നൽകാൻ ആ കുഞ്ഞിന് കഴിഞ്ഞു. കാന്തി സാധാരണ ജീവിതത്തിലേക്ക് വന്നതും പ്രിയദർശനും രാജശ്രീയുമെല്ലാം പാമ്പുങ്കലിലേക്ക് തിരിച്ചു വന്നു. തറവാടിന്റെ മുറ്റത്തെത്തിയതും പ്രിയനും രാജശ്രീയും അത്ഭുതത്തോടെ മുഖത്തോടെ മുഖം നോക്കി. മുറ്റത്തൊരു പോലീസ് ജീപ്പ് കിടക്കുന്നു. ഒന്ന് രണ്ട് പോലീസുകാർ അതിന്റെ ചുറ്റും നിൽക്കുന്നുണ്ട്. തന്റെ തറവാട്ടിൽ ആദ്യമായി പോലീസിനെ കണ്ടതും പ്രിയന് ദേഷ്യം വന്നു. ആരോട് ചോദിച്ചിട്ടടാ നീയൊക്കെ ഇവിടേക്ക് കയറി വന്നത്? അയാൾ ഒരു പോലീസുകാരന് നേരെ കയർത്തു. അയ്യോ സാർ, ഞങ്ങളോട് വിരോധമൊന്നും തോന്നല്ലേ, SI സാർ അകത്തുണ്ട്, ആ പോലീസുകാരൻ പേടിയോടെ പറഞ്ഞു. അയാളെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയ ശേഷം പ്രിയദർശനും രാജശ്രീയും അകത്തേക്ക് കയറിപ്പോയി. വീടിന്റെ ഉള്ളിൽ കണ്ട കാഴ്ച കണ്ട് പ്രിയദർശനും രാജശ്രീയും ഒരുപോലെ ഞെട്ടി. കൈകളിൽ വിലങ്ങൊണിഞ്ഞു നിൽക്കുന്ന സുദർശന്റെ ഭാര്യയായ മഞ്ജുവിനെയാണ് അവർ കണ്ടത്. മഞ്ജു തല കുനിച്ച് നിന്നുകൊണ്ട് വിറയ്ക്കുന്നുണ്ട്. എന്താ ഇത്? ഇതെന്റെ മകന്റെ ഭാര്യയാണ്. ഇവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇവളെ അറസ്റ്റ് ചെയ്യുന്നത്? പ്രിയദർശൻ SIക്ക് നേരെ കയർത്തുകൊണ്ട് ചോദിച്ചു. സുദർശനും വേണിയും തൊട്ടടുത്ത് നിൽപ്പുണ്ട്. എടാ മൂത്ത മോനെ, നീ മണ്ടനാണോടാ? സ്വന്തം ഭാര്യയെ അറസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക, പ്രിയൻ ദേഷ്യത്തോടെ വിറച്ചുകൊണ്ട് പറഞ്ഞു. പ്രിയന്റെ വാക്കുകൾ കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കാനേ സുദർശന് കഴിഞ്ഞുള്ളൂ. എന്താടാ മോനെ, നിനക്ക് ചെവിക്ക് കേൾവിയില്ലേ? നിന്റെ ചെവി അടിച്ചു പോയോടാ, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? അയാൾ ദേഷ്യത്തോടെ പിന്നെയും മകനോട് പറഞ്ഞു. അച്ഛാ, അത് തെറ്റ് ചെയ്തവർക്ക് അതിന് ശിക്ഷ കിട്ടണ്ടേ? താഴേക്ക് നോക്കിക്കൊണ്ട് സുദർശനൻ പറഞ്ഞു. എന്ത് തെറ്റ്? ഈ അകത്തുനിന്നും പുറത്തിറങ്ങാത്ത നിന്റെ ഭാര്യ എന്ത് തെറ്റാണ് ചെയ്തത്? പ്രിയൻ സംശയത്തോടെ ചോദിച്ചു. തെറ്റെന്താണെന്ന് ഞാൻ പറയാം. ഏട്ടത്തിക്ക് ജ്യൂസിൽ വിഷം നൽകിയത് ഞാനാണെന്നല്ലേ നിങ്ങൾ എല്ലാവരും പറഞ്ഞത്? എന്നാൽ യഥാർത്ഥത്തിൽ ഏട്ടത്തെയും കുഞ്ഞുവാവയും കൊല്ലാൻ നോക്കിയത് ഈ മഞ്ജു ഏട്ടത്തെയാണ്. വേണി ഇടയിൽ കയറി പറഞ്ഞു. മഞ്ജുവോ? വിശ്വാസം വരാത്ത പോലെ പ്രിയനും രാജശ്രീയും പരസ്പരം നോക്കി. എന്താ ഈ കേൾക്കണേ? വിശ്വാസം വരാത്ത പോലെ പ്രിയൻ പറഞ്ഞു. അച്ഛനെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കേട്ടപ്പോ ഞാനും വിശ്വസിച്ചില്ല. പക്ഷെ ചെയ്ത തെറ്റ് മുഴുവൻ ഏട്ടത്തി പോലീസിനോട് ഏറ്റു പറഞ്ഞു കഴിഞ്ഞു. വേണി മഞ്ജുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മഞ്ജു ആണെങ്കിൽ അപ്പോഴും തല കുമ്പിട്ട് നിൽക്കുകയാണ്. സത്യം പറ മോളെ, ഒരുപാട് വർഷമായി നീ ഈ തറവാട്ടിലേക്ക് വന്നിട്ട്. എന്റെ മക്കളെപ്പോലെ തന്നെ ഞാൻ നിന്നെയും കാണുന്നത്. നീ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കും. രാജശ്രീ മഞ്ജുവിന്റെ കവളത്ത് തലോടിക്കൊണ്ട് പറഞ്ഞു. വേണി പറയുന്നത് സത്യമാണമ്മേ. ഞാനൊരു തെറ്റ് ചെയ്തു പോയി. പെട്ടെന്ന് തോന്നിയ പൊട്ടബുദ്ധിക്ക് എനിക്ക് അങ്ങനെ ഒരു തെറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള ഭാഗ്യം എനിക്കില്ല. ആ ഭാഗ്യം കാന്തിക്ക് ലഭിച്ചപ്പോൾ എനിക്കെന്തോ മനസ്സിൽ വല്ലാത്ത അസൂയ തോന്നിപ്പോയി അമ്മേ. എനിക്ക് കിട്ടാത്ത പരിഗണനയും സ്നേഹവും എല്ലാം കാന്തിക്ക് അവളുടെ ഭർത്താവിൽ നിന്ന് കിട്ടുന്നുവെന്ന് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഇനി കാന്തി കുഞ്ഞുമായി ഇങ്ങോട്ട് വരുമ്പോൾ അവൾക്കായിരിക്കും ഇനി സ്ഥാനവും പരിഗണനയും എന്നെനിക്ക് തോന്നി. പെട്ടെന്ന് തോന്നിയ പൊട്ടബുദ്ധി കൊണ്ട് ചെയ്തു പോയതാണ്. അത് ഇത്രയും വലിയ ആപത്തിലേക്ക് വഴിവെക്കുമെന്ന് ഞാൻ കരുതിയില്ല. ആർത്തലച്ച് കരഞ്ഞുകൊണ്ട് മഞ്ജു പറഞ്ഞു. ഇനി കരഞ്ഞിട്ടെന്താ കാര്യം? നീ ചെയ്തത് ചെറിയ തെറ്റൊന്നുമല്ല. എന്റെ പേരക്കുഞ്ഞിനെ ഇല്ലാതാക്കാനാണ് നീ ശ്രമിച്ചത്. അതിന് നിനക്ക് മാപ്പില്ല. നീ കാണാം, ഞാൻ എന്റെ വേണിമോളെ വരെ തെറ്റിദ്ധരിച്ചു. പറയാൻ പാടില്ലാത്തതൊക്കെ ഞാൻ എന്റെ മോളോട് പറഞ്ഞു. അവളെ ഉപദ്രവിച്ചു, ശപിച്ചു. ഇതിനൊന്നും നിനക്കിനി മാപ്പില്ല. പക്ഷെ ഈ പാമ്പുങ്ങ തറവാട്ടിൽ നിന്നും ഒരംഗത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എനിക്ക് നാണക്കേടാണ്. അതുകൊണ്ട് SI സാറേ, ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. ഇവൾക്ക് കൊടുക്കേണ്ട ശിക്ഷയൊക്കെ ഞങ്ങൾ കൊടുത്തുകൊള്ളാം. പ്രിയൻ പോലീസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പ്രിയദർശൻ സാറേ, സാറിന് മാത്രമായി പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് പരാതി ഇല്ലെങ്കിലും പോലീസിന് സ്വമേധയാ കേസെടുക്കാൻ വകുപ്പുണ്ട്. അതൊക്കെ പോട്ടെ, ഈ കേസിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ ഒരു വിഷമല്ല കാന്തിയുടെ ഉള്ളിൽ ചെന്നത്. ചില സാധാരണ മരുന്നുകൾ കൊണ്ടുണ്ടാക്കിയ വിഷമാണ്. മെഡിക്കൽ സയൻസുമായി ബന്ധമുള്ളവർക്ക് ആ മരുന്ന് കിട്ടും. സാധാരണക്കാരിയായ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത മഞ്ജുവിന് എങ്ങനെയാ ആ മരുന്ന് കിട്ടിയത് എന്നത് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ ഇത്ര നേരവും ചോദ്യം ചെയ്തിട്ടും മഞ്ജു ഒന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം ഇവളുടെ പിന്നിൽ മറ്റാരൊക്കെയോ ഉണ്ടെന്നല്ലേ? SI പ്രിയനോടായി പറഞ്ഞു. SIയുടെ വാക്കുകൾ കേട്ട് പേടിച്ചു വിറച്ച് നിൽക്കുകയാണ് മഞ്ജു. അപ്പോൾ സത്യം പറമോളെ, നീ ആരെയെ ഭയക്കുന്നത്? രാജശ്രീ മഞ്ജുവിന്റെ കൈകളെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മോളോ? ആരുടെ മോള്? കൊലയാളിയാണിവൾ. നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് കാന്തിക്ക് നമ്മുടെ പേരക്കുഞ്ഞിന് ഒന്നും സംഭവിക്കാതിരുന്നത്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എത്ര വലിയ നഷ്ടം നമ്മൾ സഹിക്കേണ്ടി വന്നനെ. ഒരു തെറ്റും ചെയ്യാത്ത വേണിമോളെ ചെയ്യാത്ത തെറ്റിന്റെ പേര് ജയിലിൽ അടയ്ക്കേണ്ടി വന്നേനെ. ജീവിതകാലം മുഴുവൻ അവളെ ഓർത്ത് നമ്മൾ കരയേണ്ടി വന്നേ. ഇത്രയും ദിവസം കാന്തിയും കുഞ്ഞു ഹോസ്പിറ്റലിൽ കിടന്നിട്ടും ഇവൾ ഒരു പ്രാവശ്യം പോലും അങ്ങോട്ട് വന്നില്ല. മിണ്ടാപ്പൂച്ച കല ഉടയ്ക്കുന്നത് പോലെ ഇത്രയും കാലം മിണ്ടാതിരുന്ന ഇവൾ നമ്മുടെ എല്ലാം തലക്കിട്ടാണ് അടിച്ചത്. പ്രിയൻ ദേഷ്യത്തോടെ പറഞ്ഞു. എടി സത്യം പറയടി, ആരാടി നിനക്ക് വിഷം തന്നത്? ആരാണ് നിന്റെ പിന്നിലുള്ളത്? സത്യം പറയടി എന്നും പറഞ്ഞ് സുദർശൻ മഞ്ജുവിന് നേരെ കയർത്തു. മതിയടാ, സ്വന്തം ഭാര്യയെ മനസ്സിലാക്കാൻ കഴിയാത്ത പൊട്ടൻ. ഇപ്പോഴാണ് അവന്റെ നാവ് പൊന്തിയത്.
ഇതിലിപ്പോൾ മഞ്ജുവിനെ തന്നെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണക്കാരൻ നീയും കൂടിയാ. ഭാര്യയ്ക്ക് കൊടുക്കേണ്ട പരിഗണന നമ്മൾ കൊടുക്കണം. അതൊന്നും ചെയ്യാതെ ഭാര്യ അടിച്ചമർത്തി അവസാനം അവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചു. പ്രിയൻ ദേഷ്യത്തോടെ പറഞ്ഞു. പ്രിയനോട് ഒന്നും പറയാൻ കഴിയാതെ സുദർശനും മിണ്ടാതെ നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. പറ മോളെ, നിന്റെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കാം. പക്ഷെ ഉണ്ടായ സംഭവങ്ങൾ നീ പറയണം. ഞങ്ങളോടാണ് നീ സത്യം പറയുന്നതെങ്കിൽ നിനക്ക് ലോക്കപ്പിൽ കിടക്കാതെ കഴിയാം. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് മുറിയിലായിരിക്കും ചോദ്യം ചെയ്യുക. രാജശ്രീ മഞ്ജുവിനെ ഓർമ്മപ്പെടുത്തി. രാജശ്രീയുടെ വാക്കുകൾ കേട്ട് മഞ്ജു പേടിയോടെ ചുറ്റും നോക്കി. ശേഷം അവൾ എന്തോ പറയാൻ ശ്രമിച്ചതും ഒരു പടക്കം പൊട്ടുന്ന പോലെയുള്ള ശബ്ദം പാമ്പങ്ങൾ തറവാടിനെ വിറപ്പിച്ചു. ആ ശബ്ദത്തോടു കൂടി മഞ്ജു കുഴഞ്ഞു വീണു. മഞ്ജു താഴേക്ക് വീണതും ഒരു നിമിഷം ആ പാമ്പങ്ങൾ തറവാട് സ്തംഭിച്ചു നിന്നുപോയി. അവളുടെ തോളിൽ വെടിയേറ്റിരിക്കുന്നു. തുറന്നു കിടന്ന ജനലിൽ കൂടിയാണ് വന്നതെന്ന് അവർക്ക് മനസ്സിലായി. വെടിയുടെ ശബ്ദം കേട്ടതും പോലീസുകാരെല്ലാം പുറത്തേക്ക് ഓടിപ്പോയി. പുറത്ത് കാവൽ നിന്നിരുന്ന പോലീസുകാർ താഴെ വീണ് കിടപ്പുണ്ട്. എല്ലാവരും കൂടി മഞ്ജുവിനെ താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഈ പാമ്പുകൾ പ്രിയദർശന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഷൂട്ട് ചെയ്യാൻ മാത്രം ധൈര്യമുള്ളവൻ ആരാണ്? അവന്റെ ആയുസ് എണ്ണപ്പെട്ടിരിക്കുന്നു. ഉറച്ച സ്വരത്തെ അലറിക്കൊണ്ട് പ്രിയം പറഞ്ഞു. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. മഞ്ജുവിന്റെ ആരോഗ്യനില സാധാരണഗതിയിലായി. കേസൊന്നും വേണ്ടാന്ന് പറഞ്ഞതിന്റെ പ്രകാരം പോലീസ് കേസെടുത്തില്ല. സ്വന്തം തെറ്റ് പശ്ചാത്തപിച്ചുകൊണ്ട് മഞ്ജു സത്യങ്ങൾ തുറന്നു പറഞ്ഞു. കാന്തിയെ അപായപ്പെടുത്താൻ തന്നെ സഹായിച്ച വ്യക്തി തനിക്ക് നേരിട്ട് അറിയില്ല എന്നും കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് മഞ്ജുവിനെ അയാൾ സ്ഥിരമായി ഫോൺ വിളിക്കുമായിരുന്നു എന്നും കാന്തി പ്രസവിച്ച അവൾക്കായിരിക്കും ഇവിടെ സ്ഥാനമെന്നും താൻ ഈ പാമ്പുകൾ തറവാടിന്റെ പുറത്തു പോകേണ്ടി വരും എന്നൊക്കെ അയാൾ മഞ്ജുവിന്റെ മനസ്സിലേക്ക് കുത്തിവെച്ചു. ഒരിക്കലും പ്രസവിക്കാൻ കഴിയാത്ത തനിക്ക് കാന്തി ഒരു വെല്ലുവിളിയാണെന്ന് മഞ്ജു മനസ്സിൽ ഉറപ്പിച്ചു. അജ്ഞാതമായി വിളിക്കുന്ന ആ ഫ്രണ്ടിനെ അവൾ വിശ്വസിച്ചു. അയാൾ പറഞ്ഞത് പ്രകാരം അയാൾ കൊടുത്തയച്ച മരുന്ന് അവൾ കാന്തിയുടെ ജ്യൂസിൽ കലക്കി. സത്യങ്ങൾ അറിഞ്ഞതും എല്ലാവരും മഞ്ജുവിനോട് ക്ഷമിച്ചു. സുദർശനൻ തന്റെ തെറ്റ് മനസ്സിലാക്കി ഭാര്യയെ സ്നേഹിക്കാൻ തുടങ്ങി. പോലീസുകാർ ആ അജ്ഞാതനെ തേടി അലയാൻ തുടങ്ങി. ഇന്നാണ് കാന്തി ഡിസ്ചാർജായി വീട്ടിലേക്ക് വരുന്ന ദിവസം. രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി അവർ പാമ്പുങ്ങ തറവാട്ടിലേക്ക് വന്നു. കുഞ്ഞിനെയും കാന്തിയും ആരതി ഒഴിഞ്ഞവർ സ്വീകരിച്ചു. കാന്തിയെ കണ്ടത് മഞ്ജു ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ മഞ്ജു മാപ്പ് പറഞ്ഞു. കുഞ്ഞിന്റെ കാലിൽ തൊട്ട് അവൾ ഒരുപാട് കരഞ്ഞു. മഞ്ജു എത്ര തന്നെ കരഞ്ഞ് മാപ്പ് പറഞ്ഞിട്ടും കാന്തി അവളോട് തിരിച്ചൊന്നും പറഞ്ഞില്ല. മാപ്പ് കൊടുക്കാൻ കഴിയാത്തതുപോലെ കാന്തിയുടെ മനസ്സ് ഉൾവലിഞ്ഞു നിന്നു. വലിയ തെറ്റ് ചെയ്തിട്ട് മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മകളുടെ ഭാഗ്യം കൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടത്. അവൾക്ക് കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നഷ്ടം ഞങ്ങൾക്ക് മാത്രമായേനെ. ഇതുപോലെ സുരക്ഷിതമല്ലാത്ത ഒരു വീട്ടിൽ എന്റെ മകളെ അവളുടെ കുഞ്ഞിനെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഗോപാലകൃഷ്ണൻ ഉറച്ച സ്വരത്തോടെ പറഞ്ഞു. എന്താ പ്രൊഫസർ സാറേ ഇങ്ങനെ പറയുന്നത്? എന്റെ മൂത്ത മരുമകൾക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി. അതിന് അവള് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞില്ലേ? ഇനി അവളോട് ക്ഷമിച്ചുകൂടെ? പ്രിയദർശൻ ഗോപാലകൃഷ്ണനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾ ആർക്കും മാപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്രയും ദുഷ്ടതയോടെ പെരുമാറുന്ന വീട്ടുകാരെ ഞാൻ എന്റെ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടില്ല. ഇതുപോലെയുള്ള ദുഷ്ടക്കൂട്ടങ്ങളുടെ ഇടയിൽ താമസിക്കാൻ ഞാൻ ഇനി എന്റെ മോളെ അനുവദിക്കില്ല. ഞങ്ങൾക്ക് ഈ ബന്ധവുമായി തുടർന്നു പോകാൻ താല്പര്യവുമില്ല. ഞങ്ങൾ ഇന്ന് തന്നെ കാന്തിയെയും കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു. ഗോപാലകൃഷ്ണൻ ദേഷ്യത്തോടെ വിറച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ടതും പ്രിയദർശൻ കൈകൊട്ടിക്കൊണ്ട് ഉറക്കെ ചിരിച്ചു. ആഹാ, അപ്പൊ നിങ്ങൾ ബന്ധം വേണ്ടെന്ന് വെച്ച് പോകുന്നു അല്ലേ? ഒയ്ക്കോ, എന്റെ മകന് ഇതിൽ നല്ല പെണ്ണിനെ കിട്ടും. പക്ഷെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്റെ മകന്റെ ചോര വളരേണ്ടത് ഈ തറവാട്ടിലാണ്. കുഞ്ഞിനെ ഇവിടെ തന്നിട്ട് നിങ്ങളുടെ മകളെ കൊണ്ട് എന്നേക്കുമായി ഇറങ്ങിപ്പൊയ്ക്കോ. പ്രിയദർശൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? എന്റെ അനിയത്തിയെ മാത്രമല്ല, അവളുടെ കുഞ്ഞിനെയും ഞങ്ങൾ കൊണ്ടുപോകും. ആകാശ് വിറച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, ഞാൻ തീരുമാനിക്കുന്നില്ല. മോനെ മഹി, നീ പറ, ഇത് നമ്മുടെ കുഞ്ഞല്ലേ? ഇവളെവിടെ തന്നിട്ട് നിന്റെ ഭാര്യയോട് ഇറങ്ങിപ്പോവാൻ പറയട മോനെ. മഹിയെ നോക്കിക്കൊണ്ട് പ്രിയദർശൻ പറഞ്ഞു. ഇതിനൊന്നും ഒരു മറുപടിയും പറയാതെ കാന്തിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു മഹാദേവൻ. അപ്പോൾ എടാ, നീ നിന്റെ ഭാര്യയുടെ സൗന്ദര്യം നോക്കി നിൽക്കാതെ കാര്യം പറയടാ, പ്രിയദർശൻ ദേഷ്യത്തോടെ പറഞ്ഞു. എന്റെ കുഞ്ഞും എന്റെ ഭാര്യ ഇവിടെ തന്നെ താമസിക്കും. മറ്റാരും ഇതിൽ അഭിപ്രായം പറയണ്ട, മഹി കാന്തിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്റെ അച്ഛന്റെ അഭിപ്രായം തന്നെയാണ് എന്റെയും. എനിക്കിവിടെ താമസിക്കാൻ താല്പര്യമില്ല. എനിക്കല്പം സമാധാനം വേണം. ഇവിടെ താമസിക്കുന്ന ഓരോ നിമിഷവും പേടിയോടെയാണ് ഞാൻ കാണുന്നത്. എനിക്കും എന്റെ കുഞ്ഞിനും സമാധാനമായി ജീവിക്കണം. അതുകൊണ്ട് ഞാൻ എന്റെ കുഞ്ഞുമായി പോവുകയാണ്. ഇവിടെ നിന്ന് എന്റെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അവൾ മഹിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിന്റെ കുഞ്ഞോ? നിന്റെ സംസാരം കേട്ടാ തോന്നുമല്ലോ ഇവൾ നിന്റെ മാത്രം കുഞ്ഞാണെന്ന്. എന്താ, എനിക്കൊരു അവകാശവും ഇല്ലേ? എല്ലാ കാര്യങ്ങളും നീ തന്നെ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മതിയോ? നിനക്ക് പോകണമെങ്കിൽ പോവാം, പക്ഷെ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ല. മഹി അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഈ കുഞ്ഞിന് ഇപ്പൊ വേണ്ടത് അമ്മയുടെ സംരക്ഷണമാണ്. അമ്മയുടെ പാല് കുടിച്ചാണ് ഇവൾ വളരേണ്ടത്. ഇപ്പോൾ കുഞ്ഞിന് അച്ഛനെ ആവശ്യമില്ല. അവൾ അല്പം ക്രൂരമായി തന്നെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ അച്ഛന്റെ ആവശ്യമില്ല അല്ലേ? അമ്മ ഇല്ലാതെയും കുഞ്ഞുങ്ങൾ വളരുന്നില്ലേ? പ്രസവത്തിൽ തന്നെ അമ്മമാർ നഷ്ടപ്പെട്ട് എത്രയോ കുഞ്ഞുങ്ങൾ വളരുന്നു. ആ കൂട്ടത്തിൽ എന്റെ കുഞ്ഞു വളർന്നോട്ടെ.
മുലപ്പാലിന് പകരം കിട്ടുന്ന പാനീയങ്ങൾ കൊടുത്ത് ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തിക്കോളാം. നീയില്ലെങ്കിലും എന്റെ കുഞ്ഞ് ജീവിക്കും. കുഞ്ഞിനെ എവിടെ വെച്ചിട്ട് നീ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. ചുണ്ടൊരു ഭാഗത്തേക്ക് കോട്ടിക്കൊണ്ട് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പൊ അമ്മ വേണ്ടല്ലേ? എന്നാ ശരി, നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ തന്നെ വളർത്ത് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ ശേഷം അവൾ കുഞ്ഞിനെ അവന്റെ കൈ കൊടുത്തു. വാ അച്ഛ, നമുക്ക് പോവാം. മനസ്സിലെ സങ്കടം അടക്കി പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. മോളെ, അപ്പൊ കുഞ്ഞോ? ഗോപാലകൃഷ്ണൻ ആശങ്കയോടെ ചോദിച്ചു. കുഞ്ഞിനെ ഇവർ നോക്കട്ടെ. പാമ്പുങ്ങൽ തറവാട്ടിലെ കുഞ്ഞല്ലേ ഇത്. ഇതിന് അമ്മ വേണ്ട എന്നാണ് കുഞ്ഞിന്റെ അച്ഛൻ തന്നെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവർ കുഞ്ഞിനെ വളർത്തട്ടെ എന്നും പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു. കാന്തി പറഞ്ഞ മനസ്സിലാകാത്തതുപോലെ വർദ്ധിച്ച സങ്കടത്തോടെ ഗോപാലകൃഷ്ണനും ശോഭയും ആകാശമല്ല അവളെ അനുഗമിച്ചു. തന്റെ കുഞ്ഞിനെ നെഞ്ചോട് അമർത്തിപ്പിടിച്ച് നിൽക്കുകയാണ് മഹാദേവൻ. അപ്പോൾ അവന്റെ ഇരു കണ്ണുകളും നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ മാതൃത്വം. ഇവളൊരു അമ്മയാണോ? കുഞ്ഞിനെ ചോദിച്ചപ്പോഴേക്കും തന്നിട്ടിറങ്ങി പോയിരിക്കുന്നു. കാലം പോയൊരു പോക്കേ. അവർ പോയ വഴിയെ നോക്കി പ്രിയദർശൻ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം അയാൾ മഹാദേവന്റെ അടുത്തേക്ക് ചെന്ന് കുഞ്ഞിനെ ഏറ്റുവാങ്ങി. പാമ്പുങ്ങ തറവാട്ടിലെ രാജകുമാരിയാണെന്ന് ഒരു കുറവുമില്ലാതെ നിന്നെ ഒരു മാലാക്കി പോലെ ഞങ്ങൾ വളർത്തും. അയാൾ ആ കുഞ്ഞിന്റെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് പറഞ്ഞു. തന്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് ബെഡിൽ കിടക്കുകയാണ് മഹാദേവൻ. ആ കുഞ്ഞി പെണ്ണാണെങ്കിൽ അവന്റെ മാറിലെ ചൂടുപറ്റി കിടക്കുകയാണ്. എന്താ കുഞ്ഞുമോളെ, നിന്റെ അമ്മ ഇങ്ങനെ അച്ഛനെ എങ്ങനെ വിഷമിപ്പിക്കുന്നത്? കുഞ്ഞിന്റെ തലയെ മൃദുവായി തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു. എന്താ അച്ഛനും മോളും കിന്നരം പറഞ്ഞിരിക്കുകയാണോ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയദർശ അവരുടെ മുറിയിലേക്ക് വന്നു. പ്രിയനെ കണ്ടതും മഹാദേവൻ കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് എഴുന്നേറ്റിരുന്നു. മോനെ, ഇവള് മിടിക്കുക. ഈ പാമ്പുങ്ങ തറവാടിന്റെ ശ്രേയസ് ഇവൾ ഉയർത്തും. കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രിയദർശൻ സന്തോഷത്തോടെ പറഞ്ഞു. പിന്നെ ഒരു കാര്യം, ഇവൾക്ക് പാല് കൊടുക്കാൻ ഒരു സ്ത്രീയെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നേരാ നേരത്തിന് വന്ന് അവൾ പാല് കൊടുത്തിട്ട് പോയിക്കോളും. ഒരു 6 മാസത്തേക്ക് മതി. അത് കഴിഞ്ഞാൽ നമുക്ക് ബേബി ഫുഡ് കൊടുത്തു തുടങ്ങും. കുഞ്ഞിന്റെ കാലിൽ തൊട്ടുകൊണ്ട് പ്രിയം പറഞ്ഞു. എന്റെ കുഞ്ഞിന് പാല് കൊടുക്കാൻ ഒരുത്തിയും വരണ്ട. കുഞ്ഞിന്റെ അമ്മ മരിച്ചു പോയിട്ടൊന്നുമില്ല. ഇവളുടെ സ്വന്തം അമ്മ കൊടുക്കാത്ത പാല് വേറെ ആരും കൊടുക്കണ്ട. മഹാദേവൻ ദേഷ്യത്തോടെ പറഞ്ഞു. നീ എന്താടാ മോനെ ഇങ്ങനെ പറയുന്നത്? ഇപ്പൊ കുഞ്ഞിന് അത്യാവശ്യം വേണ്ടത് മുലപ്പാലാണ്. അതിന് പകരം എന്തു കൊടുത്താലും അത് ശരിയാകില്ല. മുലപ്പാലിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ആഹാരം ഈ ലോകത്ത് എവിടെ നിന്ന് നമുക്കിപ്പോൾ കുഞ്ഞിന് കൊടുക്കാൻ കഴിയില്ല. ഏകദേശം നമ്മുടെ കുഞ്ഞിന്റെ അതേ പ്രായത്തിലുള്ള ഒരു കുഞ്ഞ് ആ സ്ത്രീക്കുണ്ട്. അവൾ മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ എതിര് നിൽക്കുന്നത്? പിന്നെ മറ്റൊരു തരത്തിലുള്ള അസുഖങ്ങളൊന്നും ആ സ്ത്രീക്കില്ല. അതൊക്കെ ചെക്ക് ചെയ്തു. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കുഞ്ഞിനെ മുലയോട്ടാൻ ഞാൻ മറ്റൊരു സ്ത്രീയെ അനുവദിക്കില്ല. ഇവളുടെ അമ്മയുടെ മുലപ്പാൽ അല്ലാതെ മറ്റൊരു സ്ത്രീയുടെ പാൽ എന്റെ മോള് കുടിക്കേണ്ട. മുലപ്പാലിന് പകരം കിട്ടുന്ന എന്തെങ്കിലും പൊടി ഞാൻ കലക്കി കൊടുത്തോളാം. എന്നാലും മറ്റൊരു സ്ത്രീയുടെ പാല് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. മഹി അവന്റെ തീരുമാനം ഉറപ്പിച്ചു പറഞ്ഞു. വേണ്ടെങ്കി വേണ്ട, ഞാൻ ആ സ്ത്രീയോട് വരണ്ട എന്ന് പറയാം. കണ്ടില്ലേ മോളെ നിന്റെ അച്ഛന്റെ വാശി? അച്ഛനും വാശിക്കാരന, അതുപോലെ നിന്റെ അമ്മയും വാശിക്കാരിയ. ഈ മുത്തച്ഛന്റെ മോൾക്ക് വാശിയുണ്ടോ? ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനോട് വാത്സല്യപൂർവ്വം പറഞ്ഞുകൊണ്ട് പ്രിയദർശ ആ മുറി വിട്ടു പോയി. പ്രിയം പോയതും മഹി തന്റെ ഫോൺ എടുത്ത് ഗാലറിയിലെ കാന്തിയുടെ ചിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് എന്നിട്ട് അതിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ ചിരിച്ചോ? എന്നാലും ഇത്രയ്ക്ക് വാശി നിനക്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. നമ്മുടെ മോള് മുലപ്പാല് കിട്ടാതെ കരയട്ടെ. കുഞ്ഞിനോട് പോലെ നീ വാശി കാണിക്കുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. കാന്തിയുടെ ഫോട്ടോ നോക്കി കണ്ണു നിറച്ചുകൊണ്ട് മഹാദേവൻ പറഞ്ഞു. ഇതേ സമയം ബെഡിൽ തളർന്നു കിടക്കുകയാണ് കാന്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. മോളെ, വന്നിട്ട് ഡ്രസ്സ് പോലും മാറാതെ കിടക്കുകയാണല്ലോ. എണീക്ക്, പോയി കുളിക്ക്. സിസേറിയൻ കഴിഞ്ഞിട്ട് അധികം ദിവസം പോലും ആയില്ല. അതിന്റെ റെസ്റ്റ് എടുക്കണം. മുത്തശ്ശി അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു. മുത്തശ്ശി അടുത്തു വന്നിരുന്നതും അവൾ മുത്തശ്ശിയുടെ മടിയിലേക്ക് തല വെച്ച് കിടന്നു. മുത്തശ്ശി അവളുടെ തലമുടി തഴുകിക്കൊണ്ടിരുന്നു. എന്റെ കുഞ്ഞിനിപ്പോൾ വിശക്കുന്നുണ്ടായിരിക്കുമോ? അവൾ പാല് കിട്ടാതെ കരയുകയായിരിക്കും അല്ലേ? നെഞ്ചു നേറിക്കൊണ്ട് കാന്തി പറഞ്ഞു. ഇപ്പോഴാണോ ഇതൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നത്? ഞാനും ചിന്തിച്ചു, പ്രസവിച്ച ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമെന്ന്. തൃശ്ശൂരുള്ള നിന്റെ കുഞ്ഞിനെ ഓർത്ത് ഈ തിരുവനന്തപുരത്ത് കിടന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? നീ എന്ത് ധൈര്യത്തിലാണ് നിന്റെ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചു പോകുന്നത്? മുത്തശ്ശി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ ഉപേക്ഷിച്ചൊന്നുമില്ല. എന്റെ മോളെ ഉപേക്ഷിക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല. പിന്നെ അവരുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് അവർ വാശി പിടിച്ചപ്പോൾ പെട്ടെന്നുള്ള ദേഷ്യത്തിന് ഞാൻ കുഞ്ഞിനെ അവർക്ക് നൽകി എന്നുള്ളത് സത്യമാണ്. പക്ഷെ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല മുത്തശ്ശി. എനിക്ക് എന്റെ മോളെ ഇപ്പൊ കാണണം. അവൾ മുത്തശ്ശിയുടെ വയറിൽ മുഖം പൂഴ്ത്തി മുത്തശ്ശിയെ വട്ടം പിടിച്ച് കരയാൻ തുടങ്ങി. നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ഭർത്താവിന് നൽകിയിട്ട് വന്നിട്ട് ഇപ്പൊ എന്തിനാടി കരയണേ? കാന്തിയുടെ കരച്ചിൽ കേട്ട് വന്ന ശോഭ പറഞ്ഞു. എനിക്ക് എന്റെ മോളെ കാണണം അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുത്തശ്ശിയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. അവളുടെ 2 മാറിടങ്ങളും അപ്പോൾ പാൽ ചുരുത്തുന്നുണ്ടായിരുന്നു. അത് അവളുടെ നെഞ്ചാകെ നനച്ചിരുന്നു. വാവാവോ അലറിക്കരയുന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്ന് മോളിപ്പാട്ട് പാടുകയാണ് രാജശ്രീ. കുഞ്ഞാണെങ്കിൽ നിർത്താതെ കരയുന്നു. സമയം രാത്രി 10 മണി. കുഞ്ഞിന്റെ കരച്ചിൽ കാരണം ആ വീട്ടിലെ ആർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല.
എന്താ ഇത്? എന്തിനാ മോള് കരയണത്? കുഞ്ഞിന് വിശക്കുന്നുണ്ടെങ്കിൽ കലക്കി വെച്ചിരിക്കുന്ന ലാക്ടോജൻ കൊടുക്ക്, പ്രിയൻ രാജിയോട് പറഞ്ഞു. അതൊക്കെ കൊടുത്തതാ, പക്ഷെ കുഞ്ഞു കുടിക്കുന്നില്ല. ഇത്രയും നാൾ മുലപ്പാല് കുടിച്ചതല്ലേ, രുചി മാറിയത് കൊണ്ടായിരിക്കും എത്ര വിശന്നിട്ടും കുട്ടി ലാക്ടോജൻ കുടിക്കുന്നില്ല, രാജശ്രീ നിരാശയോടെ പറഞ്ഞു. ഓ, ഇതാ ഞാൻ മുമ്പ് പറഞ്ഞത്, കുഞ്ഞിന് പാല് കൊടുക്കാൻ ഒരു പെണ്ണിനെ ഏർപ്പാടാക്കാമെന്ന്. അത് നിന്റെ മകന് പറ്റില്ല. കുഞ്ഞിന്റെ അമ്മയുടെ പാലില്ലാതെ മറ്റാരുടെയും പാല് കൊടുക്കണ്ട എന്നാ നിന്റെ രണ്ടാമത്തെ മോന്റെ കൽപ്പന എന്നും പറഞ്ഞ് പ്രിയൻ ദേഷ്യപ്പെട്ടു. കുഞ്ഞ് അപ്പോഴും നിർത്താതെ കരയുകയാണ്. അയാൾ വേഗം ചെന്ന് രാജശ്രീയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി. വാവാവോ, മുത്തച്ഛന്റെ രാജകുമാരി കരയാതെ ഈ പാല് കുടിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ കുപ്പിപ്പാൽ കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. കുപ്പിയുടെ നിപ്പിൾ വായിലേക്ക് വെച്ചതും കുഞ്ഞ് പിന്നെയും കരയാൻ തുടങ്ങി. കുഞ്ഞുമോളെ, പാല് വലിച്ചു കുടിച്ചേ, വലിച്ചു കുടിക്കട പൊന്നെ എന്നൊക്കെ പറഞ്ഞ് പ്രിയൻ കൊഞ്ചിക്കാൻ തുടങ്ങി. അപ്പൊ കുഞ്ഞ് ഉറക്കെ കരഞ്ഞുകൊണ്ട് കുപ്പിയുടെ നിപ്പിൾ തുപ്പി. എന്നിട്ട് പിന്നെയും ശബ്ദം കൂട്ടി കരയാൻ തുടങ്ങി. അഹങ്കാരി, ആ അഹങ്കാരി കാന്തിയല്ലേ പ്രസവിച്ചത്, അതിന്റെ മുഴുവൻ സ്വഭാവം കുഞ്ഞിന് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അയാൾ പിന്നെയും പാട്ടുപാടാൻ തുടങ്ങി. വാവാവോ, കരയല്ലേ വാവേ, മുത്തച്ഛന്റെ രാജകുമാരി കരയല്ലേ. പ്രിയന്റെ വാക്കുകൾ കേൾക്കുന്തോറും കുഞ്ഞ് കരച്ചിലിന്റെ ശബ്ദം കൂട്ടി. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് എല്ലാവരും താഴേക്ക് ഇറങ്ങി വന്നു. ആർക്കും ഉറങ്ങാൻ കഴിയുന്നില്ല. മഹാദേവ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് സഹിക്കാൻ കഴിയാതെ പ്രിയന്റെ കയ്യിൽ നിന്ന് അവൻ കുഞ്ഞിനെ വാങ്ങി. അവനും കുറെ വാവാവോ പാടി. ലാക്ടോജൻ പല രീതിയിലും കൊടുക്കാൻ നോക്കി, പക്ഷെ കുഞ്ഞ് ഒരു തുള്ളി പോലും ലാക്ടോജൻ കുടിക്കാൻ തയ്യാറായില്ല. വേണിയും മഞ്ജു എല്ലാം മാറി മാറി കുഞ്ഞിനെ എടുത്തു. എന്തിനേറെ പറയുന്നു, കുഞ്ഞുങ്ങളെ ഒരു താല്പര്യം ഇല്ലാത്ത സുദർശനം വരെ കുഞ്ഞിനെ എടുത്ത് പാട്ടുപാടാൻ തുടങ്ങി. കുഞ്ഞാണെങ്കിൽ നിർത്താതെ കരയുകയാണ്. ഇതേ, അവൾ കുഞ്ഞിനെ പഠിപ്പിച്ചു വിട്ടിരിക്കുകയാണ്. വെറുതെ അല്ല അവൾ ഇവിടെ കുഞ്ഞിനെ തന്നിട്ട് പോയത്, നമുക്കൊരു സമാധാനവും തരാതെ നമ്മളെ ഉറങ്ങാൻ വിടാതെ ശല്യപ്പെടുത്തണമെന്ന അവൾ കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടോ കുഞ്ഞുങ്ങൾ, വിശക്കുമ്പോ കിട്ടുന്നത് എന്തായാലും അവർ കുടിക്കില്ലേ എന്നൊക്കെ പ്രിയദർശൻ നടന്നു പറയുന്നുണ്ടായിരുന്നു. കുഞ്ഞിന്റെ കരച്ചു നിർത്താൻ കഴിയാതെ എല്ലാവരും തളർന്നു. ഇനി പാടാൻ ഒരു താരാട്ട് പാട്ട് പോലും ബാക്കിയില്ല. മോനെ മഹി, നീ ഒന്ന് ക്ഷമിക്ക്, കുഞ്ഞിനെ അവളുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്ക്, അല്ലെങ്കിൽ കരഞ്ഞു കരഞ്ഞ് കുഞ്ഞിന് വല്ല അസുഖവും വരും. നമ്മളെ കൊണ്ട് ഈ കുഞ്ഞിനെ നോക്കാൻ കഴിയില്ല. അമ്മയ്ക്ക് പകരം നിൽക്കാൻ നമ്മളെ കൊണ്ട് ആർക്കും സാധിക്കില്ല. അല്ലെങ്കിൽ 3 പ്രസവിച്ചതല്ലേ നിന്റെ അമ്മ, അവൾക്ക് പോലും ഈ കുഞ്ഞിന്റെ കരച്ചു മാറ്റാൻ കഴിയുന്നില്ല. ഇപ്പൊ തന്നെ നമുക്ക് തിരുവനന്തപുരത്തേക്ക് തിരിക്കണം. ഈ കുഞ്ഞിനെ കൊണ്ടുപോയി അവളുടെ കയ്യിൽ ഏൽപ്പിക്കണം, അല്ലാതെ ഈ തറവാട്ടിലുള്ള ആർക്കും ഉറങ്ങാൻ കഴിയില്ല, പ്രിയദർശൻ നിരാശയോടെ പറഞ്ഞു. നിവർത്തിയില്ലാതെ അവർ കുഞ്ഞിനെയും കൊണ്ട് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു.